അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിയിലെ പനമ്പുഴ റോട്ടിൽ താമസിക്കുന്ന റുക്കിയ എന്ന് പറയുന്ന ഉമ്മയെ കാണാതായിട്ട് ഏകദേശം 9 മാസം കഴിഞ്ഞു. റുക്കിയ ഉമ്മാക്ക് 70 വയസ്സിന് മേലെ പ്രായമുണ്ടായിരുന്നു. മാത്രവുമല്ല, പാർക്കിൻസൺസ് എന്ന് പറയുന്ന അസുഖമുള്ള ഒരു ഉമ്മയായിരുന്നു അത്. ഈ ഒരു അസുഖം ഉമ്മക്ക് ഉണ്ടെങ്കിൽ തന്നെയും വീട്ടിൽ വെച്ച് തന്നെ തൻ്റെ പ്രാഥമിക കാര്യങ്ങളൊക്കെ തന്നെ മുടക്കമില്ലാതെ തന്നെ ഉമ്മ തന്നെ ചെയ്തു പോയിരുന്നു. 9 മാസം മുൻപ് ഒരു വെള്ളിയാഴ്ച ദിവസമാണ് ഉമ്മയെ കാണാതായത്. ഉമ്മയുടെ ഇളയ മകനായ യാസിർ പള്ളിയിൽ പോയി നിസ്കാരമെല്ലാം കഴിഞ്ഞ് വന്ന സമയത്താണ് ഉമ്മയെ കാണാനില്ല എന്നുള്ള വിവരം അറിയുന്നത്. യാസിറിനെ കൂടാതെ മറ്റ് 3 ആൺമക്കളും 2 പെൺമക്കളുമാണ് റുക്കിയ ഉമ്മക്കുണ്ടായിരുന്നത്. ഇളയ മകനായ യാസിറിൻ്റെ വീട്ടിലായിരുന്നു ഉമ്മ താമസിച്ച് പോന്നിരുന്നത്. യാസിറും ഭാര്യയും അതുപോലെ റുക്കിയ ഉമ്മയുടെ ഭർത്താവും അടങ്ങുന്നതാണ് യാസിറിൻ്റെ കുടുംബം. റുക്കിയ ഉമ്മയെ കാണാതായ അന്ന് തന്നെ മക്കളും നാട്ടുകാരും എല്ലാവരും കൂടി തന്നെ അന്ന് തന്നെ ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും അന്ന് റുക്കിയ ഉമ്മയെ കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ പലതരത്തിലുള്ള സന്നദ്ധ പ്രവർത്തകരും സ്കൂബ ഡൈവിംഗ് അംഗങ്ങളൊക്കെ വന്നുകൊണ്ട് തൊട്ടടുത്തുള്ള പുഴ അരിച്ച് പറക്കി നോക്കിയിരുന്നു. പക്ഷേ അവിടെയൊന്നും റുക്കിയ ഉമ്മയെ കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ റുക്കിയ ഉമ്മയെ കാണാനില്ല എന്നുള്ള വാർത്ത പരന്നതിൻ്റെ ഫലമായി മലപ്പുറം ജില്ലയിൽ തന്നെയുള്ള പല സ്ഥലങ്ങളിൽ നിന്നും യാസിറിൻ്റെ മൊബൈലിലേക്ക് വാട്സപ്പ് സന്ദേശം വന്നിരുന്നു. അതിൽ പറഞ്ഞിരുന്നത് ഇപ്രകാരമായിരുന്നു: റുക്കിയ ഉമ്മയെ പോലെയുള്ള സ്ത്രീയെ ഇന്ന സ്ഥലത്ത് കണ്ടു, അതല്ലെങ്കിൽ റുക്കിയ ഉമ്മയെ പോലെ തോന്നിക്കുന്ന ഒരു ഉമ്മ ഇങ്ങനെ നടന്നു പോകുന്നത് കണ്ടു എന്നു പറഞ്ഞുള്ള സന്ദേശങ്ങളായിരുന്നു യാസിറിൻ്റെ മൊബൈലിലേക്ക് വന്നിരുന്നത്. പക്ഷേ അതൊന്നും തന്നെ റുക്കിയ ഉമ്മ ആയിരുന്നില്ല. പിന്നീട് ഷൊർണൂരിൽ നിന്നും ട്രെയിൻ കയറി റുക്കിയ ഉമ്മ യാത്ര ചെയ്യുന്നു എന്നൊരു സന്ദേശം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ യാസറും മറ്റുള്ള സഹോദരന്മാരും കൂടി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വരികയും അത് റുക്കിയ ഉമ്മ തന്നെയാണോ എന്ന് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി വന്നുവെങ്കിലും അതും റുക്കിയ ഉമ്മ ആയിരുന്നില്ല. അത് റുക്കിയ ഉമ്മയേക്കാളും പ്രായം കുറഞ്ഞ ഒരു സ്ത്രീയായിരുന്നു. ഇതിനിടയിൽ തന്നെ യാസർ തൻ്റെ ഉമ്മായെ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരൂരങ്ങാടിയിലെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നു. ഇതിനിടയിൽ യാസറും സഹോദരന്മാരുമൊക്കെ MLA ചെന്ന് കണ്ടുകൊണ്ട് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള സഹായാഭ്യർത്ഥന നൽകിയിരുന്നു. ഇതിനിടയിൽ ചില വൃദ്ധസദനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് റുക്കിയ ഉമ്മ അവിടെ ഉണ്ടാകും എന്നുള്ള അടിസ്ഥാനത്തിൽ അവിടെയും അന്വേഷണങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ അവിടെയൊന്നും റുക്കിയ ഉമ്മയെ കണ്ടെത്താൻ സാധിച്ചില്ല. ഒടുവിൽ റുക്കിയ ഉമ്മ ഏർവാടിയിൽ തന്നെയുണ്ട് എന്നുള്ള അടിസ്ഥാനത്തിൽ റുക്കിയ ഉമ്മയുടെ മക്കൾ ഏർവാടിയിലും ചെന്ന് അന്വേഷണം നടത്തിയിരുന്നു. പക്ഷേ അതും റുക്കിയ ഉമ്മ ആയിരുന്നില്ല, അത് മറ്റൊരു സ്ത്രീ ആയിരുന്നു. ഇതിനിടയിൽ റുക്കിയ ഉമ്മയെ കണ്ടെത്തണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള നാട്ടുകാരെല്ലാം ചേർന്നുകൊണ്ട് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങളായി കുറേ നാൾ മുന്നോട്ട് പോയിരുന്നു. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ പോലീസിൽ നിന്നുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടോ ഒന്നും തന്നെ അറിയില്ല. എന്തൊക്കെ തന്നെയായാലും റുക്കിയ ഉമ്മയുടെ കുടുംബത്തിൽ റുക്കിയ ഉമ്മയുടെ മക്കൾക്ക് ഈ ഒരു പെരുന്നാൾ റുക്കിയ ഉമ്മ ഇല്ലാത്ത ഒരു പെരുന്നാളായിരുന്നു. അവരെല്ലാവരും തന്നെ വളരെയധികം വിഷമത്തിലും സങ്കടത്തിലുമാണുള്ളത്. 9 മാസമായിട്ടും റുക്കിയ ഉമ്മ കാണാമറയത്ത് തന്നെയാണുള്ളത്. റുക്കിയ ഉമ്മ എവിടെ എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഏതെങ്കിലും ഒരു നാൾ റുക്കിയ ഉമ്മ തൻ്റെ ഭർത്താവിനെയും മക്കളെയും കാണാൻ വേണ്ടി വീടിൻ്റെ പടി കയറി വരും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് മുന്നോട്ട് പോകാം.